ഒരു പ്രതീക്ഷയാണ്. ഇനി എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? കാരണം പെസോയുടെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സുരക്ഷ എന്നത് മുഖ്യമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അത് എന്തൊക്കെയാണോ ചട്ടങ്ങൾ അത് പ്രകാരം അത് പൂർത്തീകരിക്കപ്പെടണം. മാത്രമല്ല ആളുകളെ സംബന്ധിച്ചോളം അവർ ഈ പടക്കം പൊട്ടിക്കുമ്പോൾ ആ അകലമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കാലതാമസമാണോ ഈ സമയം 7 മണി എന്ന് പറഞ്ഞത് കുറച്ചുകൂടി നീണ്ടുപോകാൻ കാരണം? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുറച്ചെങ്കിലും സമയ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത്. അതായത് കൃത്യസമയത്ത് തന്നെയല്ല, അതായത് എല്ലാം സജ്ജമാക്കി കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് സമയം അതിൻ്റെ പരിശോധനകളുണ്ട്. അത് കൃത്യമായി എല്ലാം പൊട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഈ വെടിക്കെട്ടിന് തിരികൊളുത്തുകയുള്ളൂ. അതായത് തൃശ്ശൂർ പൂരത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ടാണോ ഈ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ വെടിക്കെട്ട് കാണാനായിട്ട് വെക്കുന്നത്? ഈ സ്പോട്ടിൽ ആദ്യമായിട്ടാണ്. വെടിക്കെട്ട് മിസ് ചെയ്യാറില്ല. അതായത് സാമ്പിൾ ആണെങ്കിലും മെയിൻ വെടിക്കെട്ടാണെങ്കിലും മിസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൽ ഇപ്പം ഈ വർഷം ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് കൂട്ടപ്പൊരിച്ചിൽ നടക്കുക. അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ അത് എന്ത് മാത്രം പൊരിയും എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ പൊരിയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഷൂട്ട് ചെയ്യാനൊക്കെ റെഡി ആയിട്ടാണ് വന്നേക്കണത്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഇനി 7 മണിക്കൊക്കെ തുടങ്ങും എന്നാണ് പറഞ്ഞത്. 7:30 ആവാറായി. എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ആ ഒരു നേരിട്ട് കാണുമ്പോൾ ഇത്രയും അടുത്തുനിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഇത് വ്യത്യാസമാണല്ലോ. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ വെടിക്കെട്ടിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ്, ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പൂരം കൊടിയേറി കഴിഞ്ഞത് മുതൽ പിന്നെ പൂരം ആവേശമാണ്. അത് സാമ്പിളാണെന്നുണ്ടെങ്കിലും ആരും, പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള ആളുകൾ അത് മിസ് ചെയ്യാറില്ല. അത് ഫാമിലി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, കുട്ടികൾ എത്ര ചെറിയ കുട്ടികളാണ് ഇവിടെ വന്നേക്കണെന്നുള്ളത്. ഭയങ്കര അത് വെടിക്കെട്ട് സാധാരണ കുറച്ച് പ്രായമായവരൊക്കെ പറയും വെടിക്കെട്ട് ചിലപ്പോൾ അടുത്തുനിന്ന് കാണാനൊക്കെ പേടിയാണ്. പക്ഷെ ഫാമിലി ആയിട്ട് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് സാമ്പിൾ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ പറയും വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരാണ്. പിന്നെ അല്ല, അതൊരു വലിയൊരു തൃശ്ശൂർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും അതിന് പ്രായം ഭേദം അങ്ങനെ ഒന്നും ഒരു വ്യത്യാസമില്ല. എല്ലാവരും അത് ഭയങ്കര ഒരു ആവേശത്തോടു കൂടിയാണ് അത് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാത്തിരിപ്പിലാണ്. ചേട്ടാ കാത്തിരിപ്പിലാണോ? തീർച്ചയായിട്ടും. എന്താ സംശയം? എവിടെ വരുന്നത്? ഇവിടെ തന്നെയാണോ? ഞാൻ തൃശ്ശൂർ തന്നെയാണ്. ടൗണിൽ എല്ലാ കൊല്ലം ഇവിടെ വരാം. എല്ലാ വർഷവും ഉണ്ട്. സാമ്പിൾ വെടിക്കെട്ടിനുണ്ടാവും, മെയിൻ വെടിക്കെട്ടിനുണ്ടാവും, എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും. ഞാനൊരു തട്ടകക്കാരനും കൂടിയാണ്. തിരുവമ്പാടി തട്ടകക്കാരനാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൂരം കഴിയണ വരെ ആർമാദിപ്പാണ്. ഉറക്കം കുറയും. നാളെ ഇപ്പോൾ പൂരം വിളംബരമായി. അതെ, ഇത് എൻ്റെ 61ാമത്തെ വയസ്സാണ്. അപ്പോൾ ഞാൻ 5 വയസ്സോട്ട് പൂരം കണ്ടു തുടങ്ങിയതാണ്. ഇതുവരെ മുടക്കിയിട്ടില്ല, ഇനി മുടക്കുമില്ല. അവസാനം വരെ പൂരത്തിനുണ്ടാവും. അതൊരു ആവേശമാണ്, വികാരമാണ്. ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ ഒരു വലിയൊരു ആവേശമാണ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഞാനും വൈഫും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷം വന്ന് പൂരം കഴിയുന്നവരെ ആഘോഷിക്കും. ഇവർ കഞ്ഞി കുടിച്ചിട്ടാണ് പോവുക. കഞ്ഞിയും കൂടി കുടിച്ചിട്ടാണ് പോവുക അല്ലേ? ഞങ്ങൾ തിരുവമ്പാടി തട്ടകാണ്. എല്ലാ ഇതിലും ഞങ്ങൾ എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ കാത്തിരിപ്പാണ് സാമ്പിൾ വെടിക്കെട്ട്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പറയുമെങ്കിൽ ഈ തൃശ്ശൂർ പൂരം എല്ലാവരുടേതാണെങ്കിലും തൃശ്ശൂർ നിവാസികൾക്ക് അല്ലെങ്കിൽ തട്ടകക്കാരുടെ വികാരം അതൊന്ന് വേറെയാണ്. മനസ്സിലായില്ലേ? എല്ലാവരും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓരോ വർഷവും എന്താ പറയുക, ക്ഷേത്ര ചടങ്ങുകൾ ഒന്നാണെങ്കിൽ ഈ പൂരത്തിൻ്റെ ചടങ്ങുകളിൽ വരുന്ന പല പല മാറ്റങ്ങൾ, ഉദാഹരണം പറയുന്നത് വെടിക്കെട്ട് ആണെങ്കിലും പന്തലാണെങ്കിലും ഇലുമിനേഷൻ ആണെങ്കിലും എല്ലാത്തിനും, ആനകളാണെങ്കിലും എല്ലാ മേഖലകളിലും മാറ്റം, ഓരോ വർഷവും പുതുമയാർന്ന മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അതായത് നിരവധിയായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. വളരെ ചെറിയ കുട്ടികൾ. ഇപ്പം വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. വെടിക്കെട്ട് കാണാതിരിക്കാണോ? എവിടെ നിന്നാ വരുന്നേ? ഇതിപ്പോൾ ആരാന്നുള്ളത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് നമ്മുടെ ക്യാമറമാൻ സുജി പട്ടാമ്പിയുടെ മകളാണ് അൻവി. എപ്പോഴാണ് വന്നേ? കുറേ നേരം കാത്തിരിപ്പിലാണ്. അന്വി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പട്ടാമ്പിയുടെ ഭാര്യയുണ്ട്. പേച്ച് എങ്ങനെയുണ്ട് വെടിക്കെട്ട്? ആദ്യമായിട്ടല്ലേ കാണുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കണം. കുറേ കാലമായി സുജി തൃശ്ശൂർ വന്നപ്പോൾ തുടങ്ങിയതാണ് ഐ വാണ്ടഡ് ടു ബി ഹിയർ. പക്ഷെ കൊണ്ടുവരാറില്ല. ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. സോ റിയലി വെരി എക്സൈറ്റഡ്, വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതെ, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വെയിറ്റിംഗ് അല്ലേ? കാത്തിരിപ്പാണ്. ഒട്ടും
പൊട്ടും. അതെ 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 ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ്. ഇപ്പൊ തിരുവമ്പാടിയിലാണ് ആദ്യം പൊട്ടാൻ പോകുന്നത്. അതിന് ശേഷം പാറമേക്കാവിന്റെ പൊട്ടും. എന്തായാലും 7 മണിക്ക് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ലിഷോയ് എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. കാരണം അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം എന്തായാലും പറഞ്ഞു വന്നത് അവർക്ക് ഒരുപാട് ആഘോഷങ്ങളിലേക്ക് തന്നെ കേരളത്തിൻ്റെ ഈ ഭൂമികയിലേക്ക് ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു നാടാണ് തൃശ്ശൂർ. അപ്പോൾ അവിടെ തൃശ്ശൂരിൻ്റെ പൂരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ അവരുടെ മനസ്സിന് മുറിവേൽപ്പിച്ച സന്ദർഭമാണെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് ഇത്തവണ ഏറ്റവും പൂർണ്ണതയോടുകൂടി എങ്ങനെ എത്രത്തോളം വൈബാക്കാം എന്ന ഒരേ മനസ്സോടുകൂടി അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് അവർ കാത്തിരിക്കുകയാണ്.